പ്രഭാതം. നമ്മൾ പ്രാണായാമം ചെയ്യുന്നതിൻ്റെ മുൻകരുതൽ നേരത്തെ ചെയ്ത് പ്രിപ്പറേഷൻ ആയിട്ടുള്ളതാണ് നമ്മൾ ചെയ്തത്. 2 ദിവസമായിട്ട് കപാൽഭാതി, ഭസ്ത്രിക, പിന്നെ വിഭാഗീയശ്വസനം ഇതെല്ലാം ചെയ്തു. ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. പ്രാണായാമമല്ല, നമ്മുടെ യോഗാസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പുള്ള ലൂസനിങ് എക്സർസൈസസ് ചെയ്തു നോക്കാം. ലൂസനിങ് എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ ആസനങ്ങൾ ചെയ്യാൻ വേണ്ടി, യോഗാസനങ്ങൾ ചെയ്യാൻ വേണ്ടി റെഡിയാക്കുന്നു. അതിനാണ്. അത് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നമ്മുടെ നട്ടെല്ലിനൊക്കെ നല്ല സ്ട്രോങ് ആവാനും, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ശരീരത്തിന് നല്ല സ്റ്റാമിനയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ അലസതയും മടിയും അതൊക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മുടെ ബോഡിയുടെ സ്റ്റാമിന കൂടും. അതുപോലെ തന്നെ മൈൻഡ് ബോഡി കോംപ്ലക്സ് സങ്കീർണമാവും. ഇതൊക്കെ ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് 4 തരത്തിലുണ്ട് ഈ ലൂസനിങ് എക്സർസൈസസ്. അതായത് ശിഥിലീകരണ വ്യായാമം എന്ന് പറയും. നിന്നുകൊണ്ട് ചെയ്യാം. അതിന് നമ്മൾ താടാസനയിൽ നിൽക്കും. അതിനാണ് സ്റ്റാൻഡിങ് പോസ്റ്റർ, സിറ്റിംഗ് പോസ്റ്റർ, പ്രോൺ പോസ്റ്റർ, സുപ്പൈൻ പോസ്റ്റർ. 4 തരം. അതായത് നിന്നുകൊണ്ട് ചെയ്യുന്നത്, ഇരുന്നു കൊണ്ട് ചെയ്യുന്നത്, കമിഴ്ന്ന് കിടന്ന് നമ്മൾ സാഷ്ടാംഗം ഭ്രമിച്ച് അങ്ങനെ ചെയ്യുന്നത്, പിന്നെ മലർന്ന് കിടന്ന് ചെയ്യുന്നത്. 4 രീതിയിലുള്ളതുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് നിന്നുകൊണ്ട് ചെയ്യുന്ന ആസനം ചെയ്യാം. അതിന് സ്ഥിതി എന്ന് പറയുന്നത് ദണ്ഡാസനയാണ്. അതായത് കാല് രണ്ടും കൂട്ടി, വിരലുകളെല്ലാം ചേർത്ത്, ഉപ്പൂറ്റി ചേർത്ത്, കൈ രണ്ടും നമ്മുടെ 2 തുടയുടെ 2 സൈഡിൽ വെച്ചിട്ട് തല നേരെ പിടിച്ച് ശരീരം നേരെയാക്കി നോട്ടം നേരെ, മുഖം പ്രസന്നമായി നേരെ നിൽക്കുക. അതിനാണ് താടാസന എന്ന് പറയുന്നത്. അത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ജോഗിങ് ആണ്. അതായത് ശരീരം ആദ്യമായിട്ടൊന്ന് ജോഗ് ചെയ്ത് ആദ്യം ഒന്ന് ശരീരം ഒന്ന് ഇളകുക. അത് 4 തരത്തിലുണ്ട്. ഒന്ന് സ്ലോ ജോഗിങ്. പതുക്കെ നമ്മൾ പൂച്ചിൽ ഇങ്ങനെ പൂറ്റി പൊക്കി ഫ്രണ്ടിൽ നിന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ കാലിങ്ങനെ കാണിക്കുന്നതിനാണ് സ്ലോ ജോഗിങ് എന്ന് പറയുന്നത്. അടുത്തത് ബാക്ക്വേർഡ് ജോഗിങ്. അതായത് കാലുകൾ രണ്ടും നമ്മുടെ ബട്ടക്സിൽ വന്ന് മുട്ടുന്ന രീതിയിൽ പുറകിലേക്ക് ചെയ്യണം. അതാണ് ബാക്ക്വേർഡ് ജോഗിങ്. പിന്നെയുള്ളത് ഫോർവേഡ് ജോഗിങ്. മുമ്പിലേക്ക് മുട്ട് നല്ലോണം ഉയർത്തുക. ഈ നെഞ്ചിൻ്റെ ലെവലിൽ ഉയർത്താൻ പറ്റിയ അത്രയും നല്ലത്. അത്രയും പറ്റില്ലാത്തവർ അത്രയും പറ്റുന്നത്ര ചെയ്യാം. പിന്നെയുള്ളത് സൈഡ് വേസ്. സ്ലോ ജോഗിങ്, ബാക്ക്വേർഡ് ജോഗിങ്, ഫോർവേഡ് ജോഗിങ്, സൈഡ് വേസ്. 2 സൈഡിലേക്ക്, കാല് 2 സൈഡിലേക്കും ചെയ്യും. ഇങ്ങനെ എടുക്കുക. ഈ 4 ചെയ്യുമ്പോഴേക്കും ആ ഒരു സ്റ്റാൻഡിങ് പോസ്റ്ററിലുള്ള ഇതാവും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ അത് 20 ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പ്രാവശ്യം നമുക്ക് ചെയ്യാം. പക്ഷെ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു 20 പ്രാവശ്യം ഇത് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പതുക്കെ പെട്ടെന്ന് സ്പീഡ് കൂട്ടരുത്. പതുക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ പതുക്കെ സ്പീഡ് കുറച്ച് കൊണ്ടുവന്ന് നിൽക്കരുത്. ഒരിക്കലും ഈ ജോഗിങ് നിർത്തരുത്. ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് വേണം അടുത്തത്. ഒരെണ്ണം ചെയ്ത് അടുത്തതിലേക്ക് പോയി നമ്മൾ സ്ലോയിൽ വന്ന് നിർത്തി അടുത്തതിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ നിൽക്കുക, വീണ്ടും അടുത്തത് തുടങ്ങുക. അത് ചെയ്ത് സ്പീഡ് കൂട്ടി കൊണ്ടുവരിക, പിന്നെ കുറച്ച് കൊണ്ടുവരിക, നിൽക്കുക, കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുക, പിന്നെ അടുത്തത് ചെയ്യുക. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ആദ്യം ചെയ്യുമ്പോൾ നമുക്കൊരു 20 പ്രാവശ്യം അത്ര മതി, അത്രേ പറ്റുള്ളൂ. പിന്നെ ചെയ്യുന്നതനുസരിച്ച് കൂട്ടി കൊണ്ടുവരാം. അത് കഴിഞ്ഞാൽ നമ്മൾ നന്നായി കിതയ്ക്കും. അപ്പോൾ ചെയ്യേണ്ടതാണ് മുഖധൗതി എന്ന് പറയും. അതായത് നമ്മളൊന്ന് മുൻപിലേക്ക് ഇങ്ങനെ ആഞ്ഞു നിന്നിട്ട് 2 കൈയും കാൽമുട്ടിൽ 2ലും കൊടുത്തിട്ട് ശ്വാസം മൂക്കിൽ കൂടി എടുക്കുക. നല്ല ശബ്ദത്തോടെ ഫോഴ്സിൽ പുറത്തേക്ക് കളയുക. ഇങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ കിതപ്പ് പെട്ടെന്ന് മാറും. അതാണ് ഈ പരിപാടി. നമുക്കൊന്ന് ചെയ്തു നോക്കാം. കാലുകൾ നോക്കുക. താടാസന എന്ന് പറഞ്ഞാൽ പനമരം സ്ട്രെയിറ്റ് ആയിട്ടല്ലേ പനമരം നിൽക്കുക. അതാണ് നിന്നുകൊണ്ടുള്ള പോസ്റ്റർ. താടാസനയിലാണ് ചെയ്യുക. 2 കാലും ചേർത്ത്, കൈകൾ 2 നമ്മുടെ തുടയോട് ചേർത്ത് ഇങ്ങനെയാണ് താടാസനയിൽ നിൽക്കുക. എന്ത് വേണം? കൈ 2 ചുരുട്ടി നമ്മുടെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. സ്ലോ ജോഗിങ്. വെറുതെ ഇങ്ങനെ നിന്നിട്ട് പതുക്കെ
ഒരു 20 പ്രാവശ്യം ചെയ്യാം. 1 2 3 4 5. തിരിച്ച് സ്പീഡ് കൂട്ടുക. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. നിർത്തരുത്. അങ്ങനെ ചെയ്യുക. അടുത്ത നമുക്ക് ബാക്ക്വേർഡ് ചെയ്ത് നോക്കാം. 20 ടൈംസ്. പറ്റുന്ന പോലെ മാക്സിമം ബട്ടക്സിൽ മുട്ടിയാൽ നല്ലത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. പതുക്കെ കൂട്ടുക, പിന്നെ കുറച്ച് കൊണ്ടുവരിക, ഇതിൽ നിൽക്കുക. ഇനി ഫോർവേഡ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. കഥയ്ക്കുന്നുണ്ടല്ലേ എല്ലാവരും? സൈഡ് വൈസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14